നമസ്കാരം. സഫലമി യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അബുദാബിയിലാണ് ഇപ്പോൾ ഉള്ളത്. വിവിധ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പരിചയപ്പെട്ടു. പ്രേക്ഷകർക്ക് എല്ലാവരെയും അവരുടെ പ്രത്യേകിച്ച് പ്രവാസികളുടെ അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയുള്ള മുന്നേറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഒരു സ്പെഷ്യൽ പേഴ്സണെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. ശരീര സൗന്ദര്യം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ശരീര സൗന്ദര്യം എന്നും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, അല്ലേ? പക്ഷേ അതിന് കുറച്ച് കഷ്ടപ്പാടുകളുണ്ട്. നമ്മൾ അതിനു വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന മുസഫ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായ യൂണിടെക് ജിമ്മിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒത്തിരി സ്നേഹത്തോടു കൂടി യൂണിടെക് ജിമ്മിൻ്റെ മാനേജ് ഡയറക്ടർ കൂടിയായ മുഹമ്മദ് സലീം സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ സഫലമി യാത്ര. നമസ്കാരം സാർ. സലീം സാർ. അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് അല്ലേ അബുദാബിയിലേക്ക്? അതെ, മലപ്പുറം ജില്ലയിൽ തിരൂര് ഏത് ഭാഗത്തായിട്ട് വരുന്നത്? തുഞ്ചൻപറമ്പിനടുത്ത് പുതിയങ്ങാടി എന്ന സ്ഥലത്താണ്. പുതിയങ്ങാടി. അപ്പോൾ എങ്ങനെയായിരുന്നു കുട്ടിക്കാലമൊക്കെ? പഠനമൊക്കെ അവിടെ തന്നെ ആയിരുന്നു? പഠനം അവിടെ തിരൂര് ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു പഠനം. ഗവൺമെൻറ് ഹൈസ്കൂൾ. ഓക്കെ, പഠനം കഴിഞ്ഞ് പിന്നെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലേക്ക് മാറി. ആക്ച്വലി പ്രൊഫഷനായി തിരഞ്ഞെടുത്തത് ഇന്റീരിയർ ഡിസൈനിങ് ആയിരുന്നു തിരഞ്ഞെടുത്തത്, ഫാബ്രിക്കേഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് അതെ വന്നെത്തിപ്പെട്ടത്. വന്ന് ഇവിടെ പ്രവാസ ജീവിതം തുടങ്ങിയത് 2006-ലാണ്. എനിക്ക് 2006 മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. സാറിനെ അങ്ങനെ പരിചയപ്പെടുത്താനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം മുസഫ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ജിമ്മിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഇദ്ദേഹം മുഹമ്മദ് സലീം സാർ. അപ്പോൾ നമുക്ക് ഇവിടെ അബുദാബിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടിലെ കാര്യങ്ങളിൽ നിന്ന് തന്നെ വരാം. അപ്പോൾ എങ്ങനെയായിരുന്നു ആ പേരൻസിൻ്റെ പേരൊക്കെ എങ്ങനെയായിരുന്നു? പേരൻസ്, എൻ്റെ ഫാദറിൻ്റെ പേര് മൊയ്തീൻ കുട്ടി എന്നാണ്. മദറിൻ്റെ പേരാണെങ്കിൽ കദിയാമു എന്നാണ്. സാധാരണ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഓക്കെ. സാമ്പത്തിക ബുദ്ധിമുട്ടും പരാധനകളായിട്ടാണ് വന്നത് ചെറുപ്പം മുതൽ. പിന്നെ സ്കൂൾ കാലഘട്ടം അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ളതിലാണ് സ്കൂൾ കാലഘട്ടം. ഒരു +2 വരെ പഠിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം പഠിക്കാൻ പറ്റിയില്ല. വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പഠനം നിർത്തി. പിന്നെ തൊഴിലായി തിരഞ്ഞെടുത്ത് ഇന്റീരിയർ ഡിസൈനിങ് ആയിരുന്നു തിരഞ്ഞെടുത്ത്. അത് പഠിച്ചിറങ്ങി. പിന്നെ ഫാബ്രിക്കേഷനാണ് മെയിനായിട്ട്. ഫാബ്രിക്കേഷൻ. അതെ. സഹോദരൻ എൻ്റെ ബ്രദറുണ്ട് ഇവിടെ, ഇപ്പോൾ ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. ഷാർജയിൽ. പിന്നെ എൻ്റെ സിസ്റ്ററാണുള്ളത്. സിസ്റ്റർ നാട്ടിലാണ്, കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് നാട്ടിലുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഡിസൈനിങ്. അതെ. നാട്ടിൽ അവിടെ ഏതെങ്കിലും കമ്പനിയിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടല്ല, അവിടെ കുറേ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തായിരുന്നു. പിന്നെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു. പുറത്ത് എറണാകുളത്തൊക്കെ ആയിട്ട് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്തായിരുന്നു. 2006 കാലഘട്ടത്തിലാണ് ഗൾഫിലേക്ക് വന്നത്. വിസ എന്തായാലും നമ്മുടെ ഒരു മദറിൻ്റെ റിലേഷൻ വഴിയാണ് വിസ റെഡിയായത്. ഇവിടെ വന്നു. കമ്പനിയിലേക്ക് വന്ന സമയത്ത് ആണെങ്കിൽ എനിക്ക് ഭാഷ ഒന്നും അറിയില്ലായിരുന്നു. അറബി അറിയില്ല, ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് ആണെങ്കിൽ മലയാളം മാത്രം. ഇവിടെ വന്നപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഈജിപ്ഷ്യൻ, അതുപോലെ തന്നെ ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ, അവരായിട്ട് പിടിച്ചു നിൽക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഭാഷ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഇവിടുത്തെ വർക്കും നാട്ടിലെ വർക്കും എൻ്റെ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അത് കാരണം പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് നല്ലപോലെ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു 5 വർഷക്കാലത്തോളം അവിടെ ജോലി ചെയ്തു. 5-6 വർഷത്തോളം ആദ്യ കമ്പനിയിൽ. അങ്ങനെ കമ്പനിയിൽ നിന്ന് പ്രൊമോഷൻ സൂപ്പർവൈസറിലേക്ക് മാറി. പിന്നെ ഫോർമാനായി. ഈ കാലയളവിൽ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് കമ്പനി മാറ്റങ്ങൾ തന്നു. പിന്നെ ഈ 2011 കാലഘട്ടത്തിൽ ഇവിടെ ക്രൈസിസ് വന്നല്ലോ. ആ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ആ സമയത്ത് നാട്ടിലുള്ള സമയത്ത് തന്നെ ജിമ്മിൽ വർക്കൗട്ടിന് പോകാറുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഫ്രീ ടൈം ഉള്ള സമയത്ത് ഞാൻ ഇവിടെ തന്നെ അബുദാബിയിൽ തന്നെ വേറെ ജിമ്മിൽ പാർട്ട് ടൈമായി ജോലി ചെയ്തത്. അല്ല, നാട്ടിൽ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് ഇതൊരു സ്ഥാപനം തുടങ്ങണമെന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാം അപ്രതീക്ഷിതമായി. ആക്ച്വലി എൻ്റെ ബ്രദർ ഒരു ബോഡി ബിൽഡറാണ്. എൻ്റെ ബ്രദർ, എൻ്റെ കോച്ചും എൻ്റെ ബ്രദറാണ്. ഞാൻ അവനെ കണ്ടിട്ടാണ് ഇതിലേക്ക് വന്നിട്ടില്ല, ഈ ഫീൽഡിലേക്ക് മാറാൻ അവൻ്റെ ഉണ്ടല്ല ഇൻസ്പിറേഷനിലൂടെ വന്നത്. പിന്നെ ഞാനിതൊരു പാഷനായിട്ട് മാത്രമേ കണ്ടുള്ളൂ, പ്രൊഫഷനായിട്ട് ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിലേക്ക് വന്നപ്പോൾ ഡീപ്പായിട്ട് ചെയ്തു തുടങ്ങിയ സമയത്ത് പിന്നെ എനിക്ക് ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ഇതൊരു പ്രൊഫഷനായി എന്തുകൂടി തിരഞ്ഞെടുത്തുവിടാനുള്ള എങ്ങനെ വന്നു. അങ്ങനെ അതൊരു ജിമ്മിന്റെ ഓണറിലേക്ക് മാറണം, അല്ലെങ്കിൽ ജിമ്മ് ബിസിനസ് പരമായി കൊണ്ടു നടക്കണം എന്നൊരു പാഷനായിട്ട് ഇതായി കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷനുകൾ അറ്റൻഡ് ചെയ്തു.
ഇവിടെ UAE-ലായാലും നാട്ടിലായാലും. അപ്പൊ നമ്മൾ ഇതിലേക്ക് വന്ന കാര്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയില്ല. ശരിക്കും അവിടെയാണ് ശരിക്കും നമ്മുടെ ഇതിലേക്ക് വരുന്ന ഞാൻ പറഞ്ഞില്ല 2014 ജോലി നഷ്ടമായല്ലോ. ജോലി നഷ്ടമായ സമയത്ത് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടെ മുസ്തഫ 40 അവനൊരു ജിം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ അവിടെ പാർട്ട് ടൈം ആയിട്ട് ആദ്യം ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ നീ ഫുൾ ടൈം ആയിട്ട് നിനക്ക് വിസ ഞാൻ ചെയ്തു തരാം, ഏതായാലും നിന്റെ ജോലി നഷ്ടമല്ലോ, നീ ഇവിടെ തന്നെ നിന്ന്. അങ്ങനെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് ജോലി കിട്ടും. പിന്നെ അവിടെ നിന്ന് ഞാൻ വേറെ ഇവിടെ നിന്ന് മാറി വേറെ ജിമ്മിലേക്ക് മാറി. അവിടെ നിന്ന് അങ്ങനെ ഒരുപാട് ജിമ്മിൽ വർക്ക് ചെയ്യുകയിൽ തന്നെ. പിന്നെ ഇവിടുന്ന് ലാസ്റ്റ് ദുബായിൽ നിന്ന് അജ്മാൻ എല്ലാം കറങ്ങിയിട്ട് വീണ്ടും ഞാൻ അബുദാബിയിലേക്ക് തിരിച്ചു എത്തി. അത് ശരി. അങ്ങനെയൊക്കെ ഒരു ഇൻസ്ട്രക്ടറായിട്ട് മാറിയപ്പോഴാണ് ശരി. ഇൻസ്ട്രക്ടറായിട്ട് മാറുകയാണെങ്കിൽ ഒരു 2015-2016 കാലഘട്ടത്തിൽ. അത്ര സമയം എടുത്തു. വെച്ചാൽ നമ്മൾ ആദ്യമൊക്കെ ജിമ്മിൽ ഒരു പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞതിലായിരുന്നല്ലോ പോയിരുന്നു. പിന്നെ ജിമ്മിലേക്ക് വന്ന് വിസയൊക്കെ ആയ സമയത്ത് പിന്നെ ജിമ്മിനെ പറ്റി ഡീപ്പായി പഠിക്കണം. ട്രെയിനിങ് എന്താണ്, എങ്ങനെ ട്രെയിൻ ചെയ്യാം, ഒരു ബിഗിനേഴ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള എങ്ങനെ ട്രെയിൻ, അതൊക്കെ നമ്മൾ പഠിക്കണമല്ലോ. അല്ല വെറുതെ ഞാനൊരു ട്രെയിനറാണെന്ന് പറഞ്ഞിട്ട് ബോഡി വിരിച്ചിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നോളജ് ശ്രമിക്കുക. അങ്ങനെ ഇവിടെ ഞാൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്ത് നാട്ടിൽ നിന്ന് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ വാല്യൂബിൾ അല്ല എന്ന് പറഞ്ഞു ഇവിടെ. അത് കാരണം ഇവിടെ ഒരു സൗത്ത് ആഫ്രിക്കൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു ഇവിടെ ദുബായിലാണ് അവർ ട്യൂട്ടേഴ്സ് ഉള്ളത്. അവരുടെ കീഴിലാണ് സർട്ടിഫിക്കേഷൻ ചെയ്തത്. അത് ചെയ്തത് 2015 കാലഘട്ടത്തിലാണ്. പിന്നെ അങ്ങനെയാണ് പ്രൊഫഷനായിട്ട് ഇതിലേക്ക് മാറ്റിയത് അല്ലേ. പുതിയൊരു സംരംഭത്തിലേക്ക് നമ്മൾ ഇറങ്ങി ഒരു ഇൻസ്ട്രക്ടറായി അല്ലേ. സ്വന്തമായിട്ടുള്ള സ്ഥാപനം തുടങ്ങിയപ്പോഴാണ് ഈ ഒരു സ്വന്തമായിട്ട് സ്ഥാപനം എന്ന സ്വപ്നം ഒരുപാട് കാലമായിട്ട് ഉണ്ടായി. 2015 കാലത്തോടെ തന്നെ സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അറിഞ്ഞ സേവിങ്സ് ഒക്കെ വന്ന സമയത്ത് അതിന് മുന്നേ ഞാനും എൻ്റെ ബ്രദറും കൂടിയിട്ട് ഫുജേറയിൽ ജിം സ്റ്റാർട്ട് ചെയ്തു. ഒരു 2 വർഷത്തോളം നല്ല രീതിയിൽ പോയി. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വേറെ ജിമ്മും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് കോമ്പിനേഷനാണല്ലോ. കോമ്പറ്റീഷൻ വന്ന സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മളൊക്കെ അവിടെ റേറ്റ് കുറച്ചിട്ട് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് 2 ജിമ്മത്തിന് മുന്നേ ഞങ്ങൾ ഒഴിവാക്കിയതാണ്. ഇവിടെ തന്നെയാണ് ഇവിടെ ഇല്ല, ഫുജേറയിലായിരുന്നു ആദ്യം. പിന്നെ അല്ലൈനിൽ വേറെ ജിം, അത് ഒഴിവാക്കി. എന്നിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തു. പിന്നെ ട്രെയിനറായിട്ട് ജോലി ചെയ്യാനുള്ള തീരുമാനത്തിൽ ഒരുപാട് ലോസ് വന്നല്ലോ. പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് വരികയായിരുന്നു. പിന്നെ ഇത് ഈ കുറച്ചൊരു ഏകദേശം ഒരു 4-5 മാസം മുന്നേ ഞാൻ നാട്ടിൽ പോയി. അതിന് മുന്നേ തന്നെ പോകേണ്ടതായിരുന്നു. പക്ഷേ ഫാദറിന് സുഖമില്ലാണ്ട് നാട്ടിൽ കുറച്ചു നേരം നിന്നിട്ട് വന്നിട്ടാണ് പിന്നെ പോയത്. ആ സമയത്ത് പഴയ ജോലി നഷ്ടമായി. അല്ല അവിടെ കുറേ ഞാൻ നാട്ടിൽ നിൽക്കേണ്ട സാഹചര്യം വന്നതുകൊണ്ട് അവരെന്നെ അവിടെ ഒഴിവാക്കി. പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നു, എനിക്ക് വേണ്ടി സ്വന്തമായിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്യാനുള്ള അങ്ങനെ ഒരു ചിന്ത അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. സ്വന്തമായി സ്ഥാപനമായി. അപ്പോൾ എന്തായിരുന്നു ഇത് തുടക്കത്തിലുള്ള പ്രധാന വെല്ലുവിളികൾ? തുടക്കത്തിലുള്ള വെല്ലുവിളി എന്ന് വെച്ചാൽ എങ്ങനെ തുടങ്ങണം എന്നായിരുന്നു ആദ്യം. അങ്ങനെ ഞാൻ ആദ്യം സ്ഥാപനം തുടങ്ങാൻ നമുക്ക് സ്ഥലം വേണമല്ലോ. ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് ഇങ്ങനത്തെ ഒരു സ്പേസ്, സാധാരണ ഒരു സ്പേസ് പോരാ. നമുക്കിപ്പോൾ നല്ല സ്പേസുള്ള ഏരിയ കിട്ടണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി മുസ്തഫ മൊത്തം ഞാൻ നടന്നു, എവിടെയും കിട്ടിയില്ല. അങ്ങനെ വന്ന സമയത്ത് ഇവിടെ പിന്നെ സ്പോൺസർ വേണം. മെയിനായിട്ട് ഇവിടെ ബിസിനസ് അതിലും മെയിനായിട്ടുള്ള സ്പോൺസർ. അങ്ങനെ സമയത്താണ് ഇവിടെ വേറൊരു കൂട്ടുകാർ ടൈപ്പിംഗ് സെൻറ്റർ ത്രൂ എന്നോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒരു അറബിയുണ്ട്, നമ്മളെ അറിയുന്ന ആളാണ്. അങ്ങനെ അവർ ആദ്യം പോയി കണ്ട് സംസാരിച്ച് ഇങ്ങനെയാണ് നിങ്ങളുടെ പ്ലാനിങ്, ഞങ്ങൾ ഇങ്ങനെ സംഭവങ്ങൾ എങ്ങനെ നിങ്ങളെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു. അപ്പോൾ ഓക്കെ, നല്ലൊരു മനുഷ്യൻ അയാൾ വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ ഇങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് എടുത്തു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്രേക്ഷകരുടെ അറിവിലേക്കും കൂടെ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം. ജിമ്മിൽ പോകണം, പ്രത്യേകിച്ച് ഈ ഒരു എന്താ പറയുക ടീനേജൊക്കെ കഴിഞ്ഞ് കൗമാരമൊക്കെ കഴിഞ്ഞ് യൗവനത്തിലേക്ക് കിടക്കുന്ന സമയത്തായിരുന്നു കൂടുതലായിട്ട് ഈ ഒരു മേഖലയിലേക്ക് പോയി ശരീരമൊക്കെ ഒന്ന് റെഡിയാക്കണമെന്നൊക്കെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ യുവാക്കൾക്ക് തോന്നുന്ന സമയം. നേരെ അങ്ങോട്ട് പോവുക, ജോയിൻ ചെയ്യുക, കൈ കിട്ടുന്ന ഡംബിൾസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുക, 3 ദിവസം കഴിഞ്ഞ് മതിയാക്കി പോകേണ്ട ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ വലിയൊരു തെറ്റാണ്. അപ്പോൾ അതിനെ ഒന്ന് ശരിക്കും
സാറിൻ്റെ നമ്മൾ ജിമ്മിലേക്ക് പോകുന്ന സമയത്ത് ജിമ്മിൽ അവിടെ ട്രെയിനേഴ്സ് ഉണ്ടായിരിക്കും. അവരോട് നമ്മളെ കാര്യങ്ങൾ തുറന്നു പറയണം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പം ഞാൻ ബോഡി എൻ്റെ ചെക്ക് ചെയ്താലേ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ചെക്ക് ചെയ്യാത്തടത്തോളം കാലം എനിക്കറിയില്ല. ഞാൻ പോയി വർക്കൗട്ട് ചെയ്യും, ഞാൻ ഹെവി ലിഫ്റ്റ് ചെയ്യും. ഹെവി ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രഷറിൻ്റെ വേരിയേഷൻ കൂടും. പ്രഷർ കൂടുമ്പോൾ നമുക്ക് സ്ട്രോക്ക് വരെ വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം. ബ്രീത്ത് കൺട്രോളായില്ല. ശരി, ബോഡി ഹീറ്റ് ആയിരിക്കുമ്പോൾ തലയിലായിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെയുള്ള ഷുഗർ പേഷ്യൻ്റ് ആണ്. ഷുഗർ ഒന്നും ഫുഡ് കഴിക്കാതെ അല്ലെങ്കിൽ കുറേ നേരം ലോങ് ടൈം ഫുഡ് കഴിക്കാതെ ജിമ്മിലേക്ക് വരുന്ന ആൾക്കാരാകുമ്പോൾ അവർ ഹെവി ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഹെവി കാർഡിയോ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തായാലും വീക്ക് വരും. അവർ തല ഇറങ്ങി വീഴും, കുഴഞ്ഞു പോകും, ചില മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പൊതുവിൽ ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന എല്ലാ തരം ആൾക്കാർക്കും പൊതുവിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ആഹാര സാധനങ്ങൾ എന്തൊക്കെയാണ്? പൊതുവായിട്ടെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ കഴിയുന്നത് നമ്മൾ കൂടുതൽ ഓയിലി ഫുഡ് കുറയ്ക്കുക. ഓയിലി ആയിട്ട് ഫ്രൈ ഐറ്റംസ്, പിന്നെ ഓയിൽ ബിരിയാണി, അങ്ങനത്തെ പ്രഷറിൻ്റെ വേരിയേഷൻ കൂട്ടുന്ന അവസ്ഥ. ഉപ്പ് കുറയ്ക്കാൻ നോക്കുക. അതുപോലെ തന്നെ കുറയ്ക്കണം. സ്വീറ്റ്സ്, ഷുഗർ അടങ്ങിയ കേക്ക്, ജിലേബി, അങ്ങനത്തെ ഐറ്റം സ്വീറ്റ്സ് പരമാവധി ഒഴിവാക്കുക. എന്നാൽ കുറച്ചും കൂടി ലൈഫ് കിട്ടും. വെള്ളം നല്ലോണം കുടിക്കുക, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ നല്ലോണം കഴിക്കുക. ഇനി നമുക്ക് UAE-ലുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരു സാറിൻ്റെ ഇവിടുത്തെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞത്. സ്ഥാപനമുള്ളത് അബുദാബി മുസഫയിൽ M38 അതിലാണ് ഉള്ളത്. എന്തായിരുന്നാലും ഒന്നും പറയാനില്ല, അത്രയും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള, ഇന്നത്തെ തലമുറയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാവിധ വ്യായാമങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹൈടെക് ആയിട്ടുള്ള എല്ലാ മെഷീനറീസോടും കൂടിയിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇത് ഇവിടെ സാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ആശംസകൾ നേരാം സാർ. കാരണം ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം.